വാട്സ്ആപ്പ് ഗായ്സ്, വീണ്ടും നമ്മുടെ ചാനലിലേക്ക് നിൽക്കുകയാണ് ഗായ്സ്. സുസ്വാഗതം ഗായ്സ്. ഞാൻ ഇന്നും വീണ്ടും ഒരു സിനിമ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. സൂട്ടോപ്പിയ സെക്കൻഡിൻ്റെ പാർട്ടാണ്. ഞാൻ മുമ്പ് സൂട്ടോപ്പിയ 1 ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും സൂട്ടോപ്പിയ ഞാൻ പറഞ്ഞു രണ്ടും സിനിമ ഒരുമിച്ച് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതായത് സൂട്ടോപ്പിയ 1 കണ്ടു, ഞാൻ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണുക. വൺ ഓഫ് ദ എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ഫേവറേറ്റ് എന്ന് പറയും ഒരു അനിമേറ്റഡ് മൂവി തന്നെയാണ്. അപ്പോൾ സൂട്ടോപ്പിയ സെക്കൻഡ് ഞാൻ കണ്ടായിരുന്നു. സെക്കൻഡും എന്താ പറയുക, എനിക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക നല്ലൊരു സിനിമ തന്നെ. നല്ലല്ല, കിടില മൂവി തന്നെയാണ്. ഫസ്റ്റിനേക്കാൾ മികച്ചതാണോ ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാലും ഫസ്റ്റിനോടൊപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കുന്ന ഒരു വെറൈറ്റി സിനിമ തന്നെയാണ് സൂട്ടോപ്പിയ. കാരണം വെച്ചാൽ നമ്മൾ ഇതുവരെയും കാണാത്തൊരു വെറൈറ്റി ഒരു തീമിൽ ഇറങ്ങിയ ഒരു പടമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക, കഥ ജസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഈ സൂട്ടോപ്പിയ എന്ന് പറയുന്ന ഒരു ലാൻഡ് അല്ലെങ്കിൽ സൂട്ടോപ്പിയ എന്ന് പറയുന്ന ഒരു സിറ്റി ശരിക്കും പറഞ്ഞാൽ മുമ്പ് ഒരു റെപ്റ്റൈൽസ് ഉണ്ടാക്കിയ എന്ന് പറയുക, റെപ്റ്റൈൽസിൻ്റെ ഒരു ക്രിയേഷനാണ്. ഒരു സ്നേക്ക് ഉണ്ട് ഇതിനകത്ത്. ആ ഒരു സ്നേക്ക് ഒരു അമ്മച്ചി സ്നേക്ക്, അത് അവരുടെ ഒരു ഇൻവെൻഷനാണ് സത്യം പറഞ്ഞാൽ. അത് ശേഷം എന്താ പറയുക, അവരുടെ ഒരു പാറ്റൻറ്റ് ഒരു പൂച്ച ഫാമിലി എന്താ പറയുക എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് ശേഷം ഈ പൂച്ച ഫാമിലി എടുത്തുകൊണ്ട് ശേഷം എന്ത് ചെയ്യും, ആ സ്നേക്കിൻ്റെ പിൻതലമുറക്കാരെന്ത് പറയാം, അത് ഒരു എന്താ പറയുക ഒരു വൈപ്പർ ആ സ്നേക്ക് എന്ന് പറയാം തിരിച്ച് തന്നെ ഈ പേറ്റൻറ്റ് റിട്രീവ് ചെയ്യുന്നു. അതിൻ്റെ ഒരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൂടുതലെന്ന് പറയാം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് എന്തായിരുന്നാലും ഇഷ്ടപ്പെട്ടു. അവർ ചെയ്തിട്ടുള്ള പ്രസൻറ്റേഷൻ കാര്യങ്ങളെല്ലാം പറയാം ഇതിലായിട്ട് തന്നെ എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ചൊരു കാര്യമാണ് വോക്സ് വാഗൻ. ഇതിൻ്റെ അകത്ത് വോക്സ് വാഗൻ കാറുണ്ട് കാര്യമായിട്ട്. ഇതിൻ്റെ അകത്തൊരു വോക്സ് വാഗൻ കാറ് അതെന്തായിരുന്നാലും നല്ല ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റാറ്ററ്റുയിലിയുടെ ഒരു റെഫറൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അതിനുശേഷം എന്താ മാർവൽ സ്റ്റുഡിയോസിൻ്റെയും ഒരു റെഫറൻസ് എന്താ പറയുക ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് റെഫറൻസ് ഇതിൻ്റെ അകത്ത് എന്താ പറയുക ഇതിൻ്റെ ഈ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ പെട്ടെന്ന് നമ്മളെ കണ്ണിൽ പെടുന്ന ഒരു 2-3 കാര്യങ്ങളാണ്. എനിക്ക് ആ വോക്സ് വാഗൻ്റെ സിനിമ നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ റാറ്ററ്റുയിലിയുടെയും എനിക്ക് എന്താ പറയുക ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്തരത്തിൽ ഇതാണ് നമ്മുടെ. പിന്നെ ഇതിനകത്ത് പിന്നെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഒരു ഫീൽ ഗുഡ് അനിമേറ്റഡ് എന്ന് നമ്മൾ പറയുമല്ലോ, ശരിക്കും പറഞ്ഞാൽ അത് ഇതിൻ്റെ അകത്ത് എന്താ പറയുക ഇവർ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, അത് വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സിനിമയുടെ കളക്ഷൻ പറയണ്ടല്ലോ. കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ തൊട്ടടുത്ത് കളക്ട് ചെയ്ത ഒരു സിനിമയും കൂടിയാണ്. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് ഒരു പിടിയില്ല. ഇതെങ്ങനെയാണ് ഇത്രയും പൈസ എന്ന് പറയും ഈ ഒരു സിനിമ കളക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരു പിടിയില്ല. അമ്മാതിരി പൈസയാണ്. നോ വേ ഹോമിനേക്കാളും എന്താ പറയുക, നോ വേ ഹോമിനേക്കാളും 100 മില്യൺ എങ്ങാണ്ടോടെ കുറവുള്ള, അത് 1.8 ബില്യനാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അത്ര കളക്ഷൻ നേടിയൊരു പടമാണ്. പക്ഷെ എന്തായിരുന്നാലും തീർച്ചയായിട്ടും ഞാൻ പറയില്ലേ, സിനിമ എന്ന് പറയാൻ 1ൻ്റെ ഒപ്പത്തിനൊപ്പം പിടിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇത്രയും പൈസ എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടില്ല. അതൊരു മിസ്റ്ററി ആയിട്ട് തന്നെ എനിക്ക് എന്താ പറയുക തുടരുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് വേറെ ഒരു സിനിമയും കഴിഞ്ഞ വർഷം തോന്നല ഇറങ്ങിയത്. അപ്പോൾ വേറൊരു സിനിമ ഇല്ലാത്ത ടൈമിലായിരുന്നു തോന്നുന്നത് ഇത് ഇറക്കിയത്. എന്തായിരുന്നാലും എന്താ പറയുക വമ്പൻ ഹിറ്റ്. അതുപോലെ തന്നെ ഇരട്ടി റിട്ടേൺ എന്തായിരുന്നാലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ. തീർച്ചയായിട്ടും സൂട്ടോപ്പിയ 1, 2 പോയി കാണുക. നിങ്ങൾ ഒരിക്കലും ഉണ്ടെന്ന് പറയാം ഡിസപ്പോയിൻ്റ് ആവത്തില്ല. നിങ്ങൾക്ക് ഞാൻ പറയാം, നിങ്ങൾ അനിമേറ്റഡ് സിനിമകൾ നല്ല ഫീൽ ഗുഡ് അനിമേറ്റഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും പോയി കാണുക. ഇത് കാർട്ടൂൺ അല്ലേടെ എന്നൊന്നും പോയൊന്നിരിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് സിനിമാസ് എന്താ പറയാം, കാർട്ടൂൺ ആയിരുന്നാലും ശരി, അനിമേറ്റഡ് ആയിരുന്നാലും, പിന്നെ ജാപ്പനീസ് അനിമയൊക്കെ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നീയൊക്കെ എന്താ പറയാം പിന്നെ വേറെ സിനിമ കാണൂല. അത്രയ്ക്കും സ്റ്റോറി പവറുള്ള ഒരു കാറ്റഗറിയാണ് നമ്മൾ ജാപ്പനീസ് എന്താ പറയുക അനിമെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുക. കാർട്ടൂൺ ആണെന്ന് പറഞ്ഞൊന്നും ഇരിക്കേണ്ട. പല സിനിമകളും മറ്റു സാധാരണ നമ്മൾ ലൈവ് ആക്ഷനേക്കാളും കിടില അനിമേറ്റഡ് സിനിമാസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യുക. എനിക്ക് എന്നെ പറ്റുന്നതെല്ലാം പറയാം ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിയും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഗൈസ് സൈനിങ് ഓഫ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗൈസ് പീസ് ഔട്ട്.